ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കാ സുവിശേഷം 23:3. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. സ്നേഹമുള്ളവരെ, ലോക ചരിത്രത്തിലെ തന്നെ നിർഭാഗ്യവാനായ മനുഷ്യനാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പീലാത്തോസ്. കാരണം ദൈവപുത്രൻ മനുഷ്യരൂപം പ്രാപിച്ച് തൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുമ്പോഴും ദൈവപുത്രനെ തിരിച്ചറിയാൻ സാധിക്കാത്തവൻ, തൻ്റെ രാജ്യത്വവും രാജ്യസിംഹാസനവും നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് ദൈവത്തെ തള്ളിപ്പറയുന്നവൻ, ദൈവത്തെയും മനുഷ്യരെയും ഒരേപോലെ പ്രീതിപ്പെടുത്താനായി എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടുന്നവൻ, ദൈവത്തെയും മനുഷ്യരെയും ഒരേപോലെ പ്രീതിപ്പെടുത്താനായി 2 വഞ്ചിയിൽ സഞ്ചരിച്ചവൻ. സ്നേഹമുള്ളവരെ, ആർക്കും ദൈവത്തെയും മനുഷ്യരെയും ഒരേപോലെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ അവർ അപകടത്തിലേക്കാണ് പോകുന്നതെന്നറിയുക. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക. അതായിരുന്നു പീലാത്തോസിൻ്റെ ദാരുണമായ അന്ത്യത്തിനും കാരണം അവൻ ഒരേ സമയം ദൈവത്തെയും മനുഷ്യരെയും ഒരേപോലെ പ്രീതിപ്പെടുത്താനായി ശ്രമിച്ചിരുന്നു. മത്തായി സുവിശേഷം 6:33 ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. നാം ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവവും ദൈവരാജ്യവും ആണ്. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം അവിടുന്ന് പ്രദാനം ചെയ്യും. വിശ്വസിക്കുക. ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും. ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ വളരെ ഉറപ്പോടും ദൃഢമായും എനിക്ക് പറയാൻ സാധിക്കും, നാം ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ, ദൈവിക ശുശ്രൂഷയിൽ പങ്കുകാരാകുമ്പോൾ തീർച്ചയായും ദൈവം നമ്മോടൊപ്പം നിൽക്കും. വചനത്തിൻ്റെ അഭിഷേകം എല്ലാവരിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.